മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ അശാന്തമാക്കി യുദ്ധം കനക്കുകയാണ്. ഇറാനിൽ കടുപ്പമേറിയത് വരാനിരിക്കുന്നുവെന്ന് അമേരിക്കയും പിശാചിനോട് പോരാട്ടം തുടരുമെന്ന് ഇറാനും നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. 4 ദിവസത്തെ ആക്രമണത്തിൽ 787 പേർ കൊല്ലപ്പെട്ടെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചു. ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടൽ രൂക്ഷമായ ലെബനോണിൽ കൂട്ടപ്പലായനം തുടരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുൺ എ ജോസാണ് ചേരുന്നത്. സരുൺ, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നിറയുന്നുണ്ട്. ഇരു വിഭാഗവും അയയുന്നതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. നിലവിലെ സാഹചര്യം എന്താണ് സരുൺ? ഉന്മേഷ്, ഇന്നും ഇറാന്റെ മുകളിൽ 100 കണക്കിന് യുദ്ധവിമാനങ്ങളാണ് വട്ടമിട്ട് പറന്നത്. 500-ലേറെ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നെന്നാണ് റെഡ് ക്രസന്റ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഇറാന്റെ ഭരണ നേതൃത്വത്തെയും അതുപോലെ തന്നെ സൈനിക ഉന്നതരെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം. പ്രസിഡൻഷ്യൽ ഓഫീസും അതുപോലെ തന്നെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ആസ്ഥാനവും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നു. IRGCയുടെ ഇറാന്റെ വിപ്ലവ സേനയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ടും അതിന്റെ കമാൻഡർ ഇൻ ചീഫിനെ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ റഡാർ സംവിധാനവും ഡ്രോൺ സംഭരണ കേന്ദ്രവും മിസൈൽ സംഭരണ കേന്ദ്രവും ലക്ഷ്യമിട്ടും ഇന്ന് ആക്രമണങ്ങളുണ്ടായി. ഇങ്ങനെ ഇറാന്റെ പല ഭാഗങ്ങളായി പടിഞ്ഞാറൻ മേഖലയിൽ ഇസ്രയേലും കിഴക്കൻ മേഖലയിൽ അമേരിക്കയും ഇന്നും ആക്രമണം രൂക്ഷമാക്കി. അതുപോലെ തന്നെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയെ ഗ്രേറ്റ് സാത്താൻ എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ആ പരാമർശം സൂചിപ്പിച്ചാണ് ചർച്ചയ്ക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പോരാട്ടം പിശാചിനോടാണ്, ചർച്ചകൾക്കില്ല, പ്രതിരോധത്തിൽ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപ് അത് വേണമെങ്കിൽ ഇറാനിൽ കരയുദ്ധത്തിനും തയ്യാറാണ്, സൈനികരെ അങ്ങനെ എത്തിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരിക്കുന്നത്. ഈ ഇറാനിലെ ഭരണ നേതൃത്വം ദുർബലമായെന്നും വേണമെങ്കിൽ ഭരണമാറ്റം ഉടൻ സാധ്യമാക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. അങ്ങനെ ഈ സമാധാനത്തിനുള്ള യാതൊരു സൂചനകളും ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നില്ല. അങ്ങനെ ഇറാനിലെ യുദ്ധം അത് രൂക്ഷമായി തുടരുകയാണ്. അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള മറ്റൊരു രാജ്യമായ ലെബനോണും മറ്റൊരു യുദ്ധക്കളമായി നീങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഹിസ്ബുള്ളയുമായുള്ള ഇറാന്റെ പോരാട്ടം, ഇറാന്റെ ഏറ്റുമുട്ടൽ അത് ലെബനോണിനെ കൂടുതൽ രക്തരൂക്ഷിതമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപം ഇന്ന് 30,000-ലേറെ പേരാണ് അവിടെ നിന്ന് പലായനം ചെയ്തത്. ഈ മേഖലകളിലെ 50ഓളം ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെ 30,000-ഓളം പേർ ഇതിനകം തന്നെ ഈ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ തന്നെ ബെയ്റൂട്ടിലെ വിവിധ കെട്ടിട സമുച്ചയങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയും ജനങ്ങൾ ഇന്നലെ തെരുവിലാണ് ഉറങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള ലെബനോണിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം കനക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിൽ ആയി പുറത്തു വരുന്നു. ഇവിടെ 7 മേഖലകളിൽ നിന്ന് ഈ ഇസ്രായേലുമായി അതിര് പങ്കിടുന്ന തെക്കൻ ലെബനനിലെ 7 മേഖലകളിൽ നിന്ന് ലെബനീസ് സേന പിന്മാറിയിട്ടുണ്ട്. ഇവിടെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ്. ഹിസ്ബുള്ളയുടെ തലവൻ നയീം കാസിമിനെ വധിക്കുമെന്ന് ഇസ്രായേൽ ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ലെബനോണും മറ്റൊരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അതിനിടയിൽ ഇറാനിൽ നിന്ന് ഇന്ന് കണ്ണീരണിയിക്കുന്ന മറ്റൊരു കാഴ്ചയുണ്ടായി. ആദ്യ ദിവസം ആക്രമണം നടന്ന മിനാബിലെ 150-ലേറെ വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങാണ് ഇന്ന് അവിടെ നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. യുദ്ധം വരുത്തിവെക്കുന്ന വിന അല്ലെങ്കിൽ അതിന്റെ ശേഷിപ്പുകൾ എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന് മിനാബിൽ ലോകം കണ്ടത്. ഉന്മേഷ്, സരുൺ എ ജോസാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 4ാം ദിവസവും ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങളാണ് സരുൺ നൽകിയത്. ഇരുവിഭാഗവും അയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് വ്യക്തമാകുന്നുണ്ട് പ്രതികരണങ്ങളിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.